ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പഠന കൊക്കാക്കടവിലെ ഒരു ചെറിയൊരു റിസോർട്ടിലാണ് കേട്ടോ. കുറേ സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മളിപ്പം കുറേ നാളായിട്ട് തുറന്നിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് തുറക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നല്ല അടിപൊളി ഗാർഡൻ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ പ്രസവ രക്ഷാ ശുശ്രൂഷ. കറക്റ്റ് തന്നെയാണെന്ന് അറിയില്ല പറഞ്ഞത്. അപ്പോൾ അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മക്കും കുട്ടിക്കും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ നിങ്ങൾ A to Z കാര്യങ്ങൾ, അതായത് കുട്ടീനെ കുളിപ്പിക്കുന്നത്, അമ്മേനെ കുളിപ്പിക്കുന്നത്, അമ്മക്കുള്ള മസാജ്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഓയിൽ മസാജ്, അങ്ങനെ ബോഡി ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഫുഡ്. അമ്മക്കാണെങ്കിൽ 6 നേരമുള്ള ഫുഡ്, കൂടെ വരുന്ന ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ടെൻഷനില്ലാണ്ട് നല്ല അടിപൊളി സ്റ്റേയും ചെയ്യാം. സ്റ്റേ ചെയ്യാനുള്ള റൂം കാര്യങ്ങൾ കാണിച്ചു തരാം. എന്നതാണ് പുറത്തുനിന്ന് തന്നെ കാണുന്നുണ്ട്. ഒരു റൂം അതവിടെ കാണുന്നു, നല്ല പുല്ലെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി നാച്ചുറൽ ഫീലിംഗ് ആണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പം ഉച്ചക്ക് നട്ടുച്ചക്കാന്നുള്ളത്, സമയം ഇപ്പം ഏകദേശം 3:45. ഈ സമയത്ത് പോലെ നല്ല കാറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ആംബിയൻസ് ആണ്. കുറേ പക്ഷികളും പിന്നെ അപ്പുറത്തെല്ലാം പോയാൽ അരയുന്നുണ്ട്. പിന്നെ അതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പുള്ളൊരു കിച്ചൺ സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ റൂം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് പുറത്തുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഹൗസ് ബോട്ട് കണക്കത്തെ ഒരു സംഭവം കൂടെ പണി നടക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ഫിഷ്, പിന്നീട് എനിക്ക് സ്വിമ്മിംഗ് പൂള് വരാനുണ്ട്. സ്വിമ്മിംഗ് പൂളിലെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നല്ല പുറത്ത് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെ അപ്പുറത്ത് നല്ല ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. റൂം ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം പുതിയ സെറ്റപ്പിൽ തന്നെയുണ്ട്. ഇത് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ റൂമാണ് കേട്ടോ. കരിങ്കല്ലാണ്, ഇത്രയും സെറ്റിലുണ്ട്. അതാ ഇത് ഇപ്പൊ ഒരു ഫാമിലി എന്താ പ്രസവത്തിന്റെ ആവശ്യങ്ങൾ വന്ന് കഴിഞ്ഞാല് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൂമിൽ ചെറിയൊരു ഹാളുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ, ഫ്രീസർ, TV. ഇപ്പുറത്താണെങ്കിൽ നല്ല അടിപൊളി ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിന്റെ സ്വിച്ച് ഇടാൻ ഡോറിന് ഏതാ ഡോറിന് വെക്കില്ല. ഡോറിന്റെ ബാക്കില് കംപ്ലീറ്റ് എടുത്തോണ്ട് വെക്കാറുണ്ട്. പിന്നെ നല്ല അടിപൊളി ബെഡ്റൂം ഉണ്ട്. സെൻട്രൽ AC ഉണ്ട്, അതുപോലെ നോർമൽ AC ഉണ്ട് കേട്ടോ. AC റൂമാണ്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ അമ്മക്കും കുഞ്ഞിക്കും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രസവ രക്ഷാ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് അമ്മേന്റെ കുഞ്ഞിന്റെ കഥ പറഞ്ഞത്. ഇനി പുറത്ത് കാണിച്ചു തരാം. പുറത്ത് പുറത്ത് ഇപ്പുറത്താണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ഫാം ഉണ്ടായി. ഇപ്പം അത് ഒഴിവാക്കിയാണ്, ചിലപ്പോൾ ഭാവിയിലുണ്ടാവും. നേരത്തെ പറഞ്ഞത് അപ്പുറത്തൊരു നല്ല അടിപൊളി മീൻ കുളമുണ്ട്. ഇവിടെ പണി നടക്കുന്നുണ്ട്, ചെറിയൊരു ബോട്ടിന്റെ മോഡലിൽ ചെറിയൊരു സെറ്റപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് വേറെ റൂമുണ്ട്, കാണിച്ചു തരാം. അവിടെ വേറെ റൂമുണ്ട്. എന്തായാലും ഈ റൂം കാണിച്ചു തരാം. ചെറിയൊരു ഗാർഡൻ, താമരക്കുളം, ഇതെല്ലാം വെള്ളം ഫ്ലോപ്പാക്കിയാണ്, ഫ്ലോപ്പാക്കിയിട്ടതാണ്. അതുപോലെ സൈക്കിൾ റൈഡാണെന്നുണ്ടെങ്കിൽ അവിടെ സൈക്കിളും കാര്യമുണ്ട്. ഇതിനപ്പുറം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴയും അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പുറത്ത് വൈബ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത റൂം കാണിച്ചുതരാം. ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ മെയിനായിട്ട്. നല്ല ആംബിയൻസ് ആണ്. ഇത് ഈ ഒരു സ്ഥാപനം, ഈ ഒരു സ്ഥലം, ഈ ഒരു സംഭവം ഉണ്ടല്ല, പിന്നെ ഏതാ പഴയ മോഡൽ AC, പക്ഷെ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. കണ്ടീഷനാണ്. നമ്മൾ ആ ഒരു വിന്റേജ് ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, ബാക്കി സെറ്റപ്പ് ഉണ്ട്. ഇത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അയാളെ പാഷന്റെ പുറത്ത് ചെയ്ത സംഭവമാണ്. ഇതിനൊരു ബിസിനസ് ആക്കണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തല്ല, അദ്ദേഹത്തിന്റെ ഒരു പാഷന്റെ പുറത്ത് ചെയ്തതാണ്. കുഞ്ഞൊരു വീട്, ഫുള്ള് ഒരു വീടിന്റെ സെറ്റപ്പായി. അപ്പുറം കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പുറം പോയാലും കിച്ചണാണ്. ടോയ്ലറ്റ് അപ്പുറമാണ് വരുന്നത്. ഇപ്പുറത്തെ ചെറിയ കിച്ചൺ, ലൈറ്റാ ചെറിയൊരു കുഞ്ഞ് കിച്ചൺ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ കിച്ചൺ വരുന്നുണ്ട്.
കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ നോയ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ശരി. പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട് കേട്ടോ, അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പുറത്ത് വേറൊരു റൂമുണ്ട്. പിന്നെ റൂം ലോക്കാണെന്ന് അറിയില്ല, നോക്കാം. ഇപ്പുറത്ത് കുറച്ചും കൂടെ നോർമൽ റൂം സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ അപ്പുറം കിച്ചണ് കാര്യമെല്ലാം ഉണ്ട് കേട്ടോ, ചെറിയ നോർമൽ റൂമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താമസിക്കാം. പിന്നെ പ്രസവരക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളെ ഡോക്ടറുണ്ട് കേട്ടോ ഇവിടെ. ഡോക്ടറിനോട് തന്നെ ചോദിക്കാം. ഡോക്ടറിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുക. Hi all, I am Dr. Riyaz Tacholi from നാച്ചുറോദയ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പടനയിൽ പ്രവർത്തിക്കുന്ന നാച്ചുറോദയ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്ററിൻ്റെ കീഴിൽ 2 കിലോമീറ്റർ മാറി പടന്ന പഞ്ചായത്തിലെ തന്നെ കൊക്കാക്കടവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എക്കോറ റിസോർട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ റിസോർട്ട്, ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ എടുക്കുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രകൃതിദത്തമായ റിസോർട്ടിൽ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല വായുമൊക്കെ ശ്വസിച്ചുകൊണ്ട് ഒരു പ്രസവരക്ഷാ ചികിത്സ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് നാച്ചുറോദയ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള ഈ ഇക്കോറ റിസോർട്ട്. അതുപോലെ തന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ആയുർവേദത്തിലും നാച്ചുറോപ്പതിയിലുമൊക്കെ പരാമർശിക്കുന്ന വ്യത്യസ്തങ്ങളായ ചികിത്സാ മുറകളും പരിചരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസവരക്ഷാ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഡയറ്റ് പ്ലാനുകളും, പ്രത്യേകിച്ച് ഭാരം കൂടുതലുള്ളവർക്ക് ഭാരം കുറയ്ക്കുന്നതിനും ഭാരക്കുറവുള്ളവർക്ക് ഭാരം കൂട്ടുന്നതിനും ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഡയറ്റ് പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാച്ചുറോപ്പതി അതുപോലെ എക്കോറ റിസോർട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, അതായത് പ്രസവരക്ഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ്, അതിൻ്റെ ലിങ്കും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരുണ്ടാവും താഴെ കൊടുത്തിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുപോലെ ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതി, വെറും 21 ദിവസം കൊണ്ട് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെ തടവ് ചികിത്സ, പിന്നെ മസാജ് കാര്യം ഉണ്ടല്ലോ, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനൊരു ആംബിയൻസിൽ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ചെയ്യാം. അവൻ ബൈ, അടുത്ത വീഡിയോയിൽ വരും. എക്വാറ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ നല്ല വെള്ളക്കെട്ടുണ്ട്.